ഹായ് സുഹൃത്തുക്കളെ, ഇപ്പം 2025 ചിങ്ങം 1 വരികയാണല്ലോ. അപ്പം നമുക്ക് ഈ ഒരു വർഷത്തെ ഫലപ്രവചനം ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിന് ആമുഖമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മെയിനായിട്ട് പറയാനുണ്ട്. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അപ്പം ഇപ്പം ഈ കർത്താവ് വന്നു. അപ്പോൾ ഈ കർത്താവ് കഴിഞ്ഞപ്പം ഈ കർത്താവിന് ഈ പ്രാവശ്യത്തെ കർത്താവിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ബ്ലാക്ക് മൂൺ പ്രതിഭാസമായിരുന്നു. അപ്പോൾ ഈ ബ്ലാക്ക് മൂൺ പ്രതിഭാസം ഇനി 2027 മാത്രമേ വരത്തുള്ളൂ. അപ്പം ഈ ചിങ്ങം മുതൽ ഒരു വർഷത്തേനാണ് നമ്മുടെ ഈ ഒരു ഇത് നോക്കുന്നത്, ഈ നാളെ. അപ്പം ഒരു വർഷത്തെ ഫലമാണ് നമ്മൾ പറയുന്നത്, പ്രതിപാദിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം രാഹു, കേതു, ശനി അങ്ങനെ പല ഗ്രഹങ്ങളും മാറി. എന്നാൽ ഈ പ്രാവശ്യത്തെ ഈ ഫലം പറയുമ്പം വ്യാഴം മാത്രമാണ് പ്രധാനമായിട്ടും നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. പക്ഷെ എന്നിട്ട് പല ഗ്രഹങ്ങൾ റിട്രോഗ്രേഷൻ, അതായത് വക്രത്തിൽ പോകും. അത് നമ്മളിവിടെ പ്രതിപാദിക്കുന്നുണ്ട്. കാരണം പല പ്രവചനങ്ങൾക്കും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് റിട്രോഗ്രേഷൻ എന്നുള്ള ഒരു ബേസിക് കൺസെപ്റ്റ്, അല്ലാതെ വക്രം എന്ന് പറയുന്ന ഒരു ബേസിക് കൺസെപ്റ്റ് നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. അപ്പം നമുക്ക് ആകെ 12 മാസങ്ങളല്ല, 12 രാശികളാണല്ലോ ഉള്ളത്. അപ്പോൾ ഈ 12 രാശികളും ഓരോ ഇതിനകത്ത് സോഡിയാക് സൈനിൽ നമുക്ക് ആ ഗ്രഹങ്ങളെ നിൽക്കുന്ന ബേസിക്കായിട്ടുള്ള ടൈം പീരീഡ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം കൂടെ നിങ്ങളൊന്ന് അറിയാത്തവർക്കായിട്ടൊന്ന് പറയുക. അപ്പോൾ നോക്കിയാൽ ഇതിനകത്ത് നമ്മുടെ ഏറ്റവും സ്പീഡിൽ കറങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ്, നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ ചന്ദ്രൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ ഒരു മാസം, ശുക്രനുടെ ഒരു മാസം, ബാക്കി ഇങ്ങനെയൊക്കെ ഉള്ള ഗ്രഹങ്ങൾ. പിന്നെ ചൊവ്വ ഏകദേശം 42 ദിവസം മുതൽ 49 ദിവസം വരെ, അങ്ങനെ ബുധൻ ഒരു 14 മുതൽ 20 ദിവസം, അപ്രോക്സിമേറ്റ് 20 അതിൽ കൂടുതൽ. കാരണം റിട്രോഗ്രേഷൻ പീരീഡ്, അതായത് വക്രത്തിൽ പോകുന്നത് വരുമ്പോഴേ തന്നെയാണ് ഇങ്ങനെയുള്ള ഈ ഒരു വ്യത്യാസം വരുന്നത്. എന്നാൽ ഈ ശനി നോക്കിക്കഴിഞ്ഞാൽ 2.5 വർഷമാണ് പോകുന്നത്. അതേപോലെ രാഹു, കേതുക്കളെന്ന് പറഞ്ഞാൽ 1.5 വർഷം. അപ്പം ഇതിനകത്ത് നമ്മൾ ഇപ്പം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതുമാതിരി ഇപ്പം സൂര്യനും ചന്ദ്രനും രാഹുവും കേതുവും വക്രത്തിൽ പോകത്തില്ല. അത് മെയിൻ ഒരു പോയിന്റാണ് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അത് സൂര്യനും ചന്ദ്രനും രാഹുവും കേതുവും വക്രത്തിൽ പോവുകയില്ല, എന്നാൽ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ വക്രത്തിൽ പോകും. അതേമാതിരി വേറൊന്ന് മനസ്സിലാക്കേണ്ട, എല്ലാ ഗ്രഹങ്ങളും ക്ലോക്ക് വൈസ് സഞ്ചരിക്കുമ്പോൾ ഈ രാഹുവും കേതും മാത്രം ആൻറ്റി ക്ലോക്ക് വൈസിലാണ് സഞ്ചരിക്കുന്നത്. രാഹു, കേതു എന്ന് പറഞ്ഞാൽ തമോ ഗ്രഹങ്ങളാണ്. അതെന്നത് ഇതിൻ്റെ ചന്ദ്രൻ്റെ സൂര്യൻ്റെ നോർത്ത് നോടെന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. അപ്പം ഇനിയിപ്പം നമ്മുടെ ഈ റിട്രോഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഗ്രഹങ്ങൾ സ്ലോ ആവുകയാണ്. അതായത് ഗ്രഹങ്ങൾ ഫാസ്റ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഗ്രഹത്തിൻ്റെ സ്പീഡിന് വ്യത്യാസം വരുവാണ്, അല്ലാതെ തിരിഞ്ഞു കറങ്ങുക എന്നുള്ള അല്ല ആക്ച്വലായിട്ടുള്ള മീനിങ്. അപ്പം നമുക്ക് നോക്കാം. ഇപ്പം ഈ വക്രത്തിൽ പോകുന്ന ഈ ജൂലൈ 13 തീയതി 2025 മുതൽ നവംബർ 27 വരെയാണ് ശനിയുടേതായിട്ടുള്ള വക്രത്തിൽ പോകുന്നത്. അതുപോലെ ഗുരു ഒക്ടോബർ 9 2025 മുതൽ ഡിസംബർ 30 വരെ വക്രത്തിൽ പോകുന്നു. അപ്പം ഇതനുസരിച്ച് നമുക്ക് പല ഇതുമായിട്ടുള്ള ബന്ധം മീൻസ് പല കാര്യങ്ങളിലും നമ്മുടെ അതുമായിട്ട് വ്യത്യാസം വരും. അതുപോലെ ബുധൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-4 പ്രാവശ്യത്തോളം ഒരു വർഷത്തിൽ വക്രത്തിൽ പോകും. ഇപ്പോൾ മാർച്ച് 14 തീയതി ഏപ്രിൽ 7 വരെ ബുധൻ വക്രത്തിൽ പോകുന്നുണ്ട്. അതേമാതിരി ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 11 വരെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയും വക്രത്തിൽ പോകുന്നത് നവംബർ 9 മുതൽ 30 വരെ. അപ്പം ഈ വക്രത്തിൽ പോകുന്നതിൻ്റെ അനുസരിച്ച് ഇതിൻ്റെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, കാരണം ബുധനെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ്, ഇതിൻ്റെ ഫൈനാൻസിൻ്റെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഷെയർ മാർക്കറ്റിലെ ഒരുപാട് അപ്പ് ഡൗൺസൊക്കെ പ്രതിഭാസങ്ങളുണ്ടാകുന്ന ഈ മെർക്കുറിയുടേതായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. അപ്പോൾ ആ മെർക്കുറി പോകുന്നുണ്ട്, കറൻസിയുടെ വിനിമയത്തിൽ വ്യത്യാസം വരും, ഗോൾഡിൻ്റെ പ്രൈസിനുള്ള വ്യത്യാസം വരും. അപ്പം ഇതെല്ലാം പല അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള കാര്യങ്ങൾ. അത് തന്നെയല്ല, ചില ആൾക്കാർക്ക് ഈ ബുധനൊക്കെ നെഗറ്റീവായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് സ്കിൻ അലർജി ഉണ്ടാകാനുള്ള കാര്യങ്ങൾ, അല്ലെന്നിരി മൊബൈൽ ഫോൺ അൺഎക്സ്പെക്റ്റഡായിട്ട് താഴെ വീണ് പൊട്ടാനുള്ള സാധ്യത, അല്ലെന്നിരി അലർജി കൂടുക, അല്ലെന്നിരി നേഴ്സുമായിട്ടുള്ള ബന്ധപ്പെട്ടായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്നിരി അത് കൂടുതൽ കാഠിന്യം കൂടാനുള്ള സാധ്യത, അതുപോലെ മിസ്കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള, ആൾക്കാരുമായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടാൻ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള അതിപ്പോൾ ഈ ഒരു ഗ്രഹനിലയോ അത് വെച്ചിട്ടല്ല, ബുധൻ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വക്രത്തിൽ പോകുന്ന പല ടൈമിലും ബുധനുമായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞിട്ട് ബുധൻ മാറുന്ന സമയത്ത് അല്ലെങ്കിൽ വക്രത്തിൽ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടല്ല. നിങ്ങൾ നിസ്സാരം ഒരു ഇമെയിൽ അയച്ചെന്ന് വെച്ചു,
ഒരു ഇമെയിൽ അയച്ചാൽ പോലും അത് കിട്ടിയിട്ട് അവർ റോങ്ങായിട്ട് മനസ്സിലാക്കുക, റോങ്ങായിട്ട് റെസ്പോണ്ട് ചെയ്യുക. ചിലപ്പോൾ അവരുടെ നെഗറ്റീവാണ് പോയി രണ്ടുപേരും അവിടെ പിണങ്ങിപ്പിഴിഞ്ഞ് അടിയും കാര്യങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യത വരെയുണ്ട്. അപ്പോൾ ഈ ബേസിക്കായിട്ടുള്ള ബുധൻ്റെ ഈ പല ഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം, കാരണം ഈ കറൻസിയിലും ഈ ഷെയർ മാർക്കറ്റ് വരെ ഇത്ര വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്നതിനെ നമ്മുടെ ജീവിതത്തിൽ എത്ര വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതേമാതിരി ഇപ്പോൾ വ്യാഴത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞില്ല, വ്യാഴം രാശി പരിവർത്തനം നടത്തുന്നത്. അപ്പം വ്യാഴം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഗ്രഹമാണ്, നല്ല ഏറ്റവും വലിപ്പം ഉള്ളതുപോലെ നമ്മുടെ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആണിൻ്റെ ജീവഗ്രഹമാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ. അതായത് ഒരു പെണ്ണിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, വീനസാണ്, ശുക്രനാണ്. അപ്പം ഈ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് ഇതിലൂടെ പറയുന്നത്. അപ്പം ഈ വ്യാഴത്തിൻ്റെ ആണെങ്കിലും സപ്പോസ് നമ്മുടെ ഏറ്റവും മനുഷ്യനെ ദ്രോഹിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ ശനിക്കകത്ത് പോലും വ്യാഴം ഏതെങ്കിലും ആംഗിൾ 159, 2610, 3711 അങ്ങനെ അല്ല 48 ഇങ്ങനെ ഏതെങ്കിലും ആംഗിൾ കയറി കണക്ട് ചെയ്തെന്ന് വെച്ച് സപ്പോസ് വ്യാഴം, അപ്പം അവർക്ക് ഭയങ്കര ഈ ശനിയുടെ ആയിട്ടുള്ള പല നെഗറ്റിവിറ്റിയും മാറാൻ ഉൾപ്പെടെ ഈ വ്യാഴം ഉപകരിക്കും. അപ്പം ആ വ്യാഴമാണ് ഇപ്പം മാറുന്നത്. ഈ ഒരു വ്യാഴത്തിനെ കൊണ്ട് എല്ലാവർക്കും വളരെ രീതിയിലുള്ള പൊതുവേ ചിലപ്പം നെഗറ്റീവായിട്ടിരുന്ന ആൾക്ക് പോസിറ്റീവ്, ചില ആൾക്കാർ പക്ഷേ വ്യാഴം വക്രത്തിൽ പോകുന്ന ആ ഒരു സമയത്ത് പോസിറ്റീവായിരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ടൊക്കെ വരാനൊക്കെ ഉള്ള ഒരു ചെറിയ ചാൻസുകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ നമ്മുടെ ഇപ്പം തന്നെ ഈ ശനിയുടെ മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ല. ഈ ശനിയുടെ മാറ്റത്തിൽ പോലും നോക്കിയാൽ പല ആൾക്കാരെ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ഹൈ പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ ചിലപ്പോൾ കമ്പനിയുടെ മാനേജേഴ്സ് ഓണേഴ്സിനെ ഒക്കെ എന്ന് പറഞ്ഞാൽ ശനി വലിച്ച് താഴെ ഇടുന്നതായിട്ടുള്ള പല അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതാണ് ശനിയുടെ ആ ഒരു എഫക്റ്റ് പറഞ്ഞില്ല. അപ്പം വ്യാഴം അത് പോസിറ്റീവായിട്ട് നിൽക്കുമ്പോൾ എന്തുമാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള പല പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട്. ഇപ്പം വ്യാഴം അതുകൊണ്ട് തന്നെ അത്ര ഇമ്പോർട്ടൻ്റ് ഗ്രഹമാണെന്നുള്ള ഇതാണ്. അപ്പോൾ ഈ 2025 നവംബർ 11 ഈ വ്യാഴം വക്രത്തിൽ പോകുന്നത്. അപ്പോൾ മാർച്ച് 26, 11, 2026 വരെ, അതായത് ഈ 2025 നവംബർ 11 വ്യാഴം വക്രത്തിൽ പോയാൽ മാർച്ച് 26 11 വരെ വക്രത്തിലോട്ട് പോകുന്ന ആ ഒരു ടൈം നീണ്ടു നിൽക്കും. അപ്പോൾ ഈ വക്രത്തിൽ പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ആയിട്ടുള്ള വ്യാഴത്തിൻ്റെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകും. കാരണം ആ വ്യാഴത്തിൻ്റെ ഓരോ രാശിചക്രത്തിലോ അല്ലെന്നിരി അവരുടെ ആ ബർത്ത് ചാർട്ടിലുള്ള വ്യാഴത്തിൻ്റെ കണക്ടിവിറ്റി അനുസരിച്ചാണ് അത് വരേണ്ടത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പം ഈ വ്യാഴത്തിൻ്റെ ഇങ്ങനെ പോകുന്ന ഒരു 3-4 മാസം, ഏകദേശം ഒരു 120 മുതൽ 123 ദിവസത്തിലാണ് ഈ വക്രത്തിൽ പോകുന്നത്. അപ്പോൾ പല ആൾക്കാർക്കും പോസിറ്റീവായിട്ടും ചില ആൾക്കാർക്ക് ഇച്ചിരി നെഗറ്റീവായിട്ടും വരും. അതായത് ഫൈനാൻഷ്യലി ഒക്കെ ഉള്ള ചെറിയതോ അങ്ങനെയൊക്കെയുള്ള ചില കാര്യത്തിലൊക്കെ വരും. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക, ഇത് ടെമ്പററി ആണ് എന്ന ഈ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എല്ലാ ആൾക്കാർക്കും അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറി നല്ല അനുകൂലമായിട്ടുള്ള ഒരു ഫലം വരാനുള്ള ഇതുണ്ട്. അപ്പോൾ നമ്മുടെ അതുമാത്രമല്ല, നമ്മുടെ ഈ ലഗ്നം മാറുന്നതിൻ്റെ അനുസരിച്ച് കാര്യങ്ങളും ഈ ഓരോ ഭാഗ്യസ്ഥാനം അല്ല കർമ്മസ്ഥാനം എന്നൊക്കെ ഞാൻ വേറെ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ധനസ്ഥാനം, കർമ്മസ്ഥാനം, ഭാഗ്യസ്ഥാനം, അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ല നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കാം. അത് വേണം ഒരു ലിങ്ക് കൊടുത്തേക്കാം. അങ്ങനെ താല്പര്യമുള്ളവർക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ, കാരണം ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇനിയിപ്പം മേടൻ രാശി നമുക്കൊന്ന് നോക്കാം. കാരണം ഒരു നോക്കുക, ഇവിടെ ഒരു രാശിചക്രത്തിലെ 12 രാശികളാണല്ലോ ഉള്ളത്. അപ്പം ആദ്യത്തെ രാശിയായിട്ടുള്ള മേടൻ രാശി. അപ്പം മേടൻ രാശി നമുക്ക് നോക്കാം. ഓരോ ഇതിലും ഓരോ രാശിക്കാരുടെ. അപ്പം മേടൻ രാശി എടുത്തു കഴിഞ്ഞാൽ മേടൻ രാശിയിലെ കാർത്തിക, അല്ലെന്നൊരു അശ്വതി, ഭരണി, കാർത്തിക. അപ്പം അശ്വതിയുടെ 4 പാദം, ഭരണിയുടെ 4 പാദം, കാർത്തികയുടെ 1 പാദം, അങ്ങനെ എല്ലാം കൂടെ 9 പാദങ്ങളാണുള്ളത്. അപ്പം ഇതിനകത്ത് അശ്വതിയുടെ നോക്കിക്കഴിഞ്ഞാൽ അശ്വതിയെ കൺട്രോൾ ചെയ്യുന്നത് കേതുവാണ്. അതുപോലെ അശ്വതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൂര്യകർമ്മയിൽപ്പെട്ട ആണ് അശ്വതി. അതുപോലെ ഭരണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യുന്നത് ഇത് ശുക്രനാണ്, അത് ചന്ദ്രകർമ്മയിൽപ്പെട്ടതാണ്. അതേമാതിരി കാർത്തികയെ കൺട്രോൾ ചെയ്യുന്നത് സൂര്യനാണ്, ചൊവ്വകർമ്മയിൽപ്പെട്ടാണ് കാർത്തിക. അപ്പം ഈ ഓരോ കൺട്രോൾ ചെയ്യുന്ന ഗ്രഹങ്ങളും അതേമാതിരി ഓരോ കർമ്മത്തിൻ്റെ അനുസരിച്ച് ഗ്രഹങ്ങളുടെ ആ ഒരു കർമ്മവും കൂടെ നോക്കുന്നതിൻ്റെ അനുസരിച്ച് ഓരോ നാളുകാർക്കും അവരുടെ സ്വഭാവത്തിലും ബാക്കി കാര്യത്തിലും അത് എഡ്യൂക്കേഷൻ അവർക്ക് ചില കാര്യത്തോട് ഇഷ്ടമുള്ളൂ. ചിലപ്പോൾ സൂര്യൻ നിൽക്കുന്നവർക്ക് ദേഷ്യമേ,
അല്ലെന്നൊരു ശുക്രൻ കിട്ടുന്നവർക്ക് ആഡംബരത്തോട് കൂടുതൽ താല്പര്യം, അല്ലെന്നൊരു ആ ഒരു ഇത് അങ്ങനെയുള്ള ചൊവ്വ നിൽക്കുന്നവർക്ക് ദേഷ്യം, അങ്ങനെ ഓരോ സ്വഭാവങ്ങളും മാറി മാറി വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ അതും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ആ ഒരു ഇപ്പോൾ ഇതനുസരിച്ച് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ ഇത് മാത്രമല്ല തൊഴിലിന് വേറെ കണക്ടിവിറ്റിയുടെ നോക്കണം. പിന്നെ അത് തന്നെയല്ല, നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മുടെ ലോഡ്, സ്റ്റാർ ലോഡ്, സബ് ലോഡ് എന്നൊക്കെ പറയും. അതനുസരിച്ച് അതായത് നമ്മുടെ ലഗ്നം മാറുന്നതിൻ്റെ അനുസരിച്ച് അവിടുത്തെ എവിടെ ലഗ്നം നിൽക്കുന്നത് അതിൻ്റെ സ്റ്റാർ ലോഡ്, അതിനെ ഭരിക്കുന്ന ഗ്രഹം, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഈ വ്യാഴമാറ്റത്തിൽ വ്യാഴം വക്രത്തിൽ പോകുന്നത് അനുസരിച്ച് നിങ്ങൾക്ക് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവുകൾ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ കുട്ടികളുടെ പഠിത്തത്തിന് അനാവശ്യമായിട്ട് ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ചിലപ്പം പണം ചിലവഴിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരാം. വെളിയിൽ ചിലപ്പോൾ കുട്ടികൾ പഠിക്കുന്നുണ്ട്, അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും അടിയന്തരമായിട്ട് പൈസ അയച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ടാകാം. അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ വ്യാഴത്തിൻ്റെ റിട്രോഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഈ പീരീഡ് അനുസരിച്ചുള്ള ഒരു വ്യത്യാസമാണിത് പറയുന്നത്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേന് ഇത് മാറും. നെഗറ്റീവായിട്ടുള്ളവർക്ക്, അല്ലാത്തവർക്കുള്ളത് പോസിറ്റീവ് ആകും. അപ്പം നിങ്ങൾ അത് നോക്കൂ, അതിൻ്റെ അനുസരിച്ചുള്ള ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ബർത്തിയായിട്ട് ചൊവ്വ നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നൊരു അവർക്ക് ചെറിയ അപകടം, അല്ല മുറിവ്, അല്ലെന്നൊരു ഹോസ്പിറ്റലൈസേഷൻ, വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് അപ്പം ഇച്ചിരി അല്ലെന്നൊരു ചിലപ്പോൾ മരം മുറിക്കാൻ പോകുന്ന ആൾക്കാർ, അപ്പോൾ അങ്ങനെയുള്ള ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഒന്ന് കെയർഫുൾ ഇരിക്കുക. അതുപോലെ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളവർക്ക് ആ മുടക്കുമ്പോഴതിനനുസരിച്ച് പൈസ തിരിച്ച് കിട്ടാനുള്ള കാലതാമസം എടുക്കുക. അപ്പോൾ അതേമാതിരി കേതു നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെന്ന് വരിൽ അങ്ങനെയുള്ളവർക്ക് നട്ടെല്ലിന് പ്രശ്നം പറ്റാം. നട്ടെല്ലെല്ലാം വിട്ടുമാറാത്ത ഒരു നടുവേന അങ്ങനെയൊക്കെ വളരെ ടെമ്പററി ആ ഒരു പീരീഡ് കഴിയുമ്പോഴത്തന്നെ ആ ഒരു കണക്ടിവിറ്റി വരുന്ന സമയത്താണ്. അപ്പോൾ അത് കഴിയുമ്പോൾ അതങ്ങ് മാറും. അത് മനസ്സിലാക്കിയേക്കുക. ഇത് ലോങ് ടൈം അല്ല. പിന്നെ ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അതേമാതിരി ഇപ്പോൾ ഒരു ലേഡിയുടെ ആണെന്ന് വരില്ല, സപ്പോസ് ചൊവ്വ നെഗറ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ ലേഡിയുടെ ഹസ്ബൻഡിന് ആക്സിഡൻറ്റ് പറ്റാൻ അങ്ങനെയൊക്കെ ഉള്ള സാധ്യത ഉണ്ടായി. ഇപ്പം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ വരുമ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ റെമഡിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്ലഡ് റെമഡി എന്ന് പറഞ്ഞ റെമഡി ഉണ്ട്, ഓൾറെഡി നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഈ ബ്ലഡ് റെമഡി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിതുമായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾക്കൊക്കെ മാറ്റി വളരെ പോസിറ്റീവായിട്ടൊക്കെ ഉള്ള കൊണ്ടുവരാൻ എടുക്കാനൊക്കെ ഉള്ള പറ്റുന്നതാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർക്കുക. അപ്പം അത് തന്നെയല്ല, ഇപ്പം ഇപ്പോൾ ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണിന് കൊള്ളേണ്ട കണ്ണിന് കൊള്ളേണ്ട കാര്യങ്ങൾ പീരിയഡ് കൊണ്ടുപോയെന്ന് പറഞ്ഞ മാതിരി വലിയ പ്രശ്നങ്ങളോ കാര്യമില്ലാതെ നമ്മൾ ഈ റെമഡികൾ ചെയ്ത് കഴിഞ്ഞാൽ, റെമഡി എന്ന് പറഞ്ഞാൽ 5 രൂപയുടെ 1 രൂപയുടെ ചിലവില്ലാത്ത കാര്യം. അതുകൊണ്ട് ഞാൻ പറയുന്നത് മാക്സിമം നിങ്ങൾ റെമഡി ചെയ്തു പോവുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരിക്കാൻ അതിന് വലിയ പൈസയുടെ കാര്യമൊന്നും ചിലവൊന്നുമില്ല. അതുപോലെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ശനിയാണ് കരിയർ അല്ല ജോബുമായിട്ട് ബന്ധപ്പെട്ട ഇതാണ്. അപ്പം നിങ്ങളുടെ ബർത്ത്ഡേയായിട്ടിൽ എന്തെങ്കിലും ഈ ശനിയൊക്കെ ആണെങ്കിലും നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ബേസിക്കായിട്ടുള്ള ചെറിയ ചെറിയ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അവർക്ക് ഇപ്പോൾ മേലധികാരികളൊക്കെ തർക്കമുണ്ടാകാൻ, അല്ലെന്നൊരിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാനചലനങ്ങൾ ഉണ്ടാകാൻ, അപ്പോൾ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ശനിയൊക്കെ പോസിറ്റീവായവർക്ക് അങ്ങനെ വരണമെന്നില്ല. അപ്പോൾ അതും മനസ്സിലാക്കുക, ആ ഒരു വേരിയേഷൻ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട എല്ലാ ആൾക്കാരും, ഈ മേടരാശിയിൽപ്പെട്ട എല്ലാ ആൾക്കാർക്കും ഇത് ഒരുപോലെ ബാധകം ആയിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നത്, കൺഫ്യൂഷൻ ആകാതിരിക്കാൻ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നതിൽ കമൻറ്റ് ചെയ്യുക, അപ്പോൾ അത് പറഞ്ഞുതരാം. അപ്പോൾ അതേമാതിരി അപ്രതീക്ഷിതമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരാം. പിന്നെ വിദേശത്ത് പോകേണ്ട ആൾക്കാർക്ക് അപ്പോൾ ചിലപ്പോൾ അവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയം വരാം. അതുമാതിരി വിദേശത്ത് ജോലികൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സമയമാണ്. പിന്നെ ജീവിത പങ്കാളികൾക്ക് ദുരിതമോ അല്ലെങ്കിൽ ചെറിയ കഷ്ടപ്പാട് അല്ലെങ്കിൽ ഈ ആയുധങ്ങളുമായിട്ട് ചെറിയ മുറിവ് വെക്കാൻ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു സാധ്യത ഉണ്ട്. അതുപോലെ പാർട്ട് ടൈം ജോബ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ അഡീഷണൽ ഒരു ജോലിയുടെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ട് ഇൻകം കൂടുതൽ കിട്ടാൻ ഒക്കെ ഉള്ള സാധ്യതയാണ് ഉള്ളത്. അതേപോലെ ഈ പറഞ്ഞ മാതിരി വിദേശത്ത് ഉള്ള ജോലിക്ക് ബന്ധുക്കൾ വല്ലതും ഉണ്ടെന്നില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് അപ്രതീക്ഷിതമായിട്ട് അവിടെ നിന്ന് പൈസ അയച്ചു തരാനോ വരുമാനം കിട്ടാനോ ഒക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് ഇപ്പോൾ പൊതുവേ കാണുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ആവറേജ് ഒരു സമ്മിശ്രമായിട്ടുള്ള
ഒരു ഫലമാണ് ഈ മേടൻ രാശിക്കാർക്ക് ഉള്ളത്. അപ്പോൾ അതേമാതിരി നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ എല്ലാ ഗ്രഹത്തിനെയും നമുക്ക് റെമഡി ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് ആക്കാം, എല്ലാ ഗ്രഹത്തെയും. അപ്പോൾ റെമഡി ചെയ്യാനുള്ള നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നൊരു എല്ലാത്തിൻ്റെ തന്നെ റെമഡിയെ ഇവിടെ ഒരു വീഡിയോ ചെയ്തിട്ട് അയച്ചു തരാമെന്ന് കമൻറ്റ് ചെയ്താൽ, അല്ലെ അങ്ങനെ ഉണ്ടെന്നൊരു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ആ റെമഡിയുടെ വീഡിയോ വരുന്നുണ്ട്, അതനുസരിച്ച് കാണാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയിട്ട് നല്ലൊരു വീഡിയോ ആക്കിയിട്ട് ചെയ്തിട്ട്, കാരണം മൾട്ടിപ്പിൾ റെമഡി ഉണ്ട്, ഒരു റെമഡി അല്ല, 100 കണക്കിന്. ഇപ്പോൾ ഈ ഓരോ ഗ്രഹത്തെ നമുക്ക് നാച്ചുറലി തന്നെ പോസിറ്റീവ് ആക്കാൻ പറ്റുന്ന ഒരുപാട് റെമഡീസ് ഉണ്ട്, പ്രതിവിധികൾ. അപ്പം ഈ പ്രതിവിധികൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയും നമ്മുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ ശനിയെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയുള്ള കർമ്മങ്ങളുണ്ട്. ഇപ്പോൾ നിസാരം കാക്കയ്ക്ക് പോലും ഫുഡ് കൊടുത്താൽ പോലും, അതുപോലെ അന്ധർക്ക് ദരിദ്രർക്ക് ദാനം ചെയ്യുക, അതേമാതിരി കാല് മുടന്തന്മാർക്ക് ദാനം ചെയ്യുക. അപ്പോൾ അങ്ങനെ ഓരോ ഏതൊക്കെ കൊടുക്കണമെന്നുള്ളതുകൊണ്ട് അങ്ങനെ ഓരോ നമ്മൾ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വരുമ്പോൾ ശനി പോസിറ്റീവ് ആകും. പല ആൾക്കാരെയും വലിച്ച് താഴെ ഇടുന്നതും ദ്രോഹിക്കുന്നതുമായിട്ടൊക്കെ ഉള്ള ഗ്രഹമാണ് ശനി, രാഹു, കേതു ഒക്കെ എന്ന് പറയുന്നത്. അപ്പം ഈ കേതുവിനാണെങ്കിലും ഉഴുന്ന് ദാനം ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഒരു വീഡിയോ ആക്കിയിട്ട് ചെയ്തിട്ട് കമൻറ്റ് ചെയ്താൽ താല്പര്യമുണ്ട്, സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതൊക്കെ അതിനെപ്പറ്റി പറയാനുള്ള. പിന്നെ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഈ ബൃഹനാടി അസ്ട്രോളജി റിലേറ്റഡ് ആയിട്ടുള്ള ബൃഹനാടിയോ അല്ലെങ്കിൽ വേദിക് അസ്ട്രോളജിയോ അല്ലെങ്കിൽ ലാൽപിതാവ് ന്യൂമറോളജി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കാനുള്ള താല്പര്യം ഉണ്ടെന്ന് ഇതിനടിയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതേമാതിരി നിങ്ങൾക്ക് ആ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ആ ലിങ്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫീസ് കാര്യമുണ്ട്. അപ്പോൾ ലിങ്ക് ഇതിനടിയിലുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. വേറെ എന്തെങ്കിലും ഉണ്ടെന്നൊരു കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.